നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടത്തിൽ നിന്ന് കടത്തിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ ഭാഗ്യ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ബെവ്കോ. വരുമാനം കൂട്ടാൻ മദ്യത്തിനോടൊപ്പം സഞ്ചി വിൽക്കാനാണ് പദ്ധതിയിടുന്നത്. ബിവറേജസ് വിൽപ്പനശാലകളിൽ ഇനി മദ്യം കടലാസിൽ പൊതിഞ്ഞു നൽകില്ലെന്നും ഗുണമേന്മയുള്ള സഞ്ചിയിലിട്ട് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മദ്യം പൊതിഞ്ഞു നൽകിയിരുന്ന പേപ്പർ അലവൻസ് ബെവ്കോ നിർത്തുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മദ്യം ഗുണമേന്മയുള്ള തുണി സഞ്ചിയിലിട്ട് നൽകി 10 രൂപ ഈടാക്കുമെന്നും ബെവ്കോ അറിയിച്ചു. ബെവറേജസ് എംഡിയുടെ ഉത്തരവ് പ്രകാരമാണ് പുതിയ നീക്കം. വിൽപ്പനശാലകളിൽ കടലാസിന്റെ ഉപയോഗം നിർത്താനാണ് തീരുമാനം. മുൻപ് കുടുംബശ്രീക്കാർ നൽകുന്ന സഞ്ചി ഇതിനായി ഉപയോഗിച്ചിരുന്നെങ്കിലും ഇത് നിർത്തലാക്കിയിരുന്നു. കൂടാതെ കേരളത്തിൽ നിന്നുള്ള മദ്യ കയറ്റുമതിക്ക് നിയമങ്ങളിൽ സമഗ്രമായ അഴിച്ചുപണി വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇനി ബിവറേജസ് കോർപ്പറേഷനിൽ മദ്യം പുതിയ രീതിയിലായിരിക്കും വിൽപ്പനയ്ക്കായിട്ട് എത്തുന്നുണ്ടാവുക. 10 രൂപയായിരിക്കും ഇനി അധികമായിട്ട് ഈടാക്കുക. ഇത്തരത്തിലൊരു തുണി സഞ്ചിയിലായിരിക്കും ഇനി മദ്യം വാങ്ങാൻ വരുന്നവർക്ക് മദ്യം നൽകുന്നത്. കൂടാതെ കേരള വ്യവസായ വികസന കോർപ്പറേഷൻ എംഡിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. കേരളത്തിൽ നിന്നുള്ളവർ കേരള തനിമയുള്ള പേരുകളിൽ വിദേശത്ത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ബ്രാൻഡുകളില്ല. കേരളത്തിൽ നിർമ്മിക്കുന്ന മദ്യത്തിന് വിദേശത്തെ സാധ്യതകൾ മുതലെടുക്കാനാണ് പഠനം നടത്തിയത്. നിയമത്തിൽ ഇളവുകളും പരിഷ്കാരങ്ങളും വരുന്നതോടെ കൂടുതൽ മദ്യ ബ്രാൻഡുകൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടിലെ 9 നിർദ്ദേശങ്ങളും മദ്യ കയറ്റുമതിക്ക് മാത്രമായുള്ളതാണ്. വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ ഇനി മുതൽ NOC നൽകേണ്ട. എക്സ്പോർട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ എക്സൈസ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിനാൽ അനുമതി പത്രം അനാവശ്യം. കേരളത്തിലെ ഡിസ്റ്റിലറിയുമായി സഹകരിച്ച് പുറത്തുള്ള സംസ്ഥാനത്തെ ഒരാൾക്ക് മദ്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഡിസ്റ്റിലറി റൂൾ. ഈ നിബന്ധന ഒഴിവാക്കും. ഇതോടെ കേരളത്തിലെ ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമുള്ള ആർക്കും ധാരണാപത്രത്തിൽ ഏർപ്പെടാൻ കഴിയും. പുതിയ ബ്രാൻഡുകൾ വരുന്നതോടെ സംസ്ഥാനത്തിന്റെ വരുമാനം കൂടും. 17 ഡിസ്റ്റിലറികളാണ് സംസ്ഥാനത്തുള്ളത്. ശേഷിയുള്ള 55% മാത്രമാണ് ഉപയോഗിക്കുന്നത്. രാജ്യാന്തര റോഡ് ഷോ, ട്രേഡ് ഷോ എന്നിവയ്ക്ക് പെർമിറ്റ് എടുത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മദ്യത്തിന്റെ അളവ് പ്രതിമാസം 10 ലിറ്ററാണ്. ഇത് 20 ലിറ്ററായി ഉയർത്തണം. കേരളത്തിനകത്ത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും മദ്യവും കൊണ്ടുപോകുമ്പോൾ 2 എക്സൈസ് ഗാർഡുകൾ അകമ്പടി പോകുന്ന പതിവുണ്ട്. ഇത് അവസാനിപ്പിക്കും. മദ്യ കമ്പനികൾ ഗാർഡിന്റെ ചെലവ് വഹിക്കേണ്ടി വരുന്നു. പകരം വാഹനങ്ങളിൽ GPS സംവിധാനം ഏർപ്പെടുത്തും. ബജറ്റിൽ വിദേശ മദ്യത്തിന് ഗാലനേജ് ഫീസ് ലിറ്ററിന് 5 പൈസ എന്നത് 10 രൂപയാക്കിയതോടെ മദ്യവില വീണ്ടും ഉയരുമെന്ന് ഉറപ്പായി. ഇപ്പോൾ തന്നെ വിദേശ മദ്യത്തിന്റെ നികുതി 251%. 5 പൈസയായിരുന്നു നിരക്ക്. 10 രൂപയാക്കിയതോടെ ഈ ഇനത്തിൽ നികുതി കൂടാതെ തന്നെ വമ്പൻ വരുമാനമാണ് സർക്കാരിന് കിട്ടുക. പണ്ടുകാലത്തുണ്ടായിരുന്ന 5 പൈസ ഗാലനേജ് ഫീസ് പൊടി തട്ടിയെടുത്താണ് നികുതി കൂട്ടാതെ മദ്യവില ഉയർത്താനുള്ള തന്ത്രം സർക്കാർ നടപ്പാക്കിയത്. ഇതിന്റെ ഭാരം ജനങ്ങളുടെ തലയിൽ വരില്ലെന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും സർക്കാരുമായി ആലോചിച്ച് നടപടി എന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നത്. മദ്യം സ്റ്റോക്ക് ചെയ്യുന്ന വെയർഹൌസുകളിൽ നിന്ന് ചില്ലറ വിൽപ്പനശാലകൾക്കും ബാറുകൾക്കും നൽകുന്ന മദ്യത്തിന്റെ അളവിന് ആനുപാതികമായി ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുകയാണ് ഗാലനേജ് ഫീസ്. ലിറ്ററിന് 30 രൂപ വരെ ഗാലനേജ് ഫീസ് ഈടാക്കാൻ അബ്കാരി നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിലും കാലങ്ങളായി ഈടാക്കിയിരുന്നത് 5 പൈസ മാത്രമാണ്. നേരത്തെ സർക്കാരും ബെവ്കോയുമായി നടത്തിയ ചർച്ചയിൽ നേരിയ വ്യത്യാസം വരുത്താനായിരുന്നു തീരുമാനം. ഇപ്പോൾ തന്നെ വിദേശ മദ്യത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. വീണ്ടും വില കൂടിയാൽ വ്യാജ മദ്യ ദുരന്തത്തിന് വഴി തെളിയിക്കുമെന്ന ആശങ്ക ബിവറേജസ് കോർപ്പറേഷനുണ്ട്. അതിനാൽ ഉടനടി മദ്യവില കൂടിയേക്കില്ലെങ്കിലും അടുത്ത വില വർധന വരുമ്പോൾ ഗാലനേജ് ഫീസിന്റെ ബാധ്യത കൂടി ഉപഭോക്താക്കളുടെ തലയിലാക്കുമെന്ന് ഉറപ്പാണ്.